ഹലോ. ഇന്നത്തെ വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് IELTSന്റെ ചില പ്രധാനപ്പെട്ട ടിപ്സുകളാണ്. പ്രത്യേകിച്ച് സ്പീക്കിങ്ങിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഡു യു വർക്ക് ഓർ സ്റ്റഡി? നിങ്ങൾ വർക്ക് ചെയ്യുകയാണോ അല്ലെങ്കിൽ പഠിക്കുകയാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരും. അല്ലെങ്കിൽ ഡു യു ലൈക്ക് ട്രാവലിംഗ്? യെസ് ഐ ഡു. യെസ് ഐ സ്റ്റഡി. ഇങ്ങനെയുള്ള ആൻസറുകൾ നമുക്ക് നൽകാൻ പറ്റും അല്ലേ? പക്ഷേ അതിന് ബാൻഡ് സ്കോർ വളരെ കുറവായിരിക്കും. കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആൻസർ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സ്കോർ കൂട്ടാൻ കഴിയാം. ഒരു ഉദാഹരണത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഡു യു ലൈക്ക് റീഡിങ്? യെസ് ഐ ഡു. നമുക്കൊരു 5 ബാൻഡ് ആൻസർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. യെസ് ഐ ഡു. അല്ലെങ്കിൽ എന്താണ്? യെസ് ഐ റീഡ്, അല്ലെങ്കിൽ യെസ് ഐ ലൈക്ക് റീഡിങ്, അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ അതിന് കുറച്ച് സ്കോർ കുറവായിരിക്കും. എന്തുകൊണ്ട്? അതിൽ എക്സ്പ്ലനേഷൻ ഇല്ല. കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് സ്കോർ കൂടാൻ വേണ്ടി. നമുക്ക് എങ്ങനെ പറയാം? യെസ് ഐ ലൈക്ക് റീഡിങ്. ഐ ലൈക്ക് റീഡിങ് ഹിസ്റ്റോറിക്കൽ നോവൽസ് because it adds to my historical sense. Recently, I have read one historical novel which was very fascinating and worth reading. ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെക്കാബുലറി നമ്മൾ അതിൽ ആഡ് ചെയ്തു, അതുപോലെ തന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ അതിൽ ഉണ്ട്. എക്സാമിനേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ അത് പര്യാപ്തമാണ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. ഒരു ഉദാഹരണം കൂടി നമുക്കൊന്ന് നോക്കാം. ഡു യു വർക്ക് ഓർ സ്റ്റഡി? നിങ്ങൾ ജോലി ചെയ്യുകയാണോ അതോ പഠിക്കുകയാണോ? ഐ സ്റ്റഡി അങ്ങനെ പറയാം അല്ലേ, അല്ലെ ഐ വർക്ക്. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒന്നും കൂടി എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കണം. ഐ സ്റ്റഡി MSc Psychology, which is one of my important areas of specialization. Studying psychology helps me to understand various psychological problems and solutions. That's why I have chosen the subject of psychology, and which is one of my fascinating subjects. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്കോർ ചെയ്യാൻ വളരെ നല്ലതാണ്. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നോക്കുക IELTS പരിശീലിക്കുന്ന ആളുകൾ. ഓക്കെ, ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഡു യു പ്ലേ സ്പോർട്സ്? യെസ് ഐ ഡു. യെസ് ഐ ഡു, അല്ലെ യെസ് ഐ പ്ലേ സ്പോർട്സ് സംടൈംസ്, അങ്ങനെയൊക്കെ പറയാം അല്ലേ. അതൊരു ബേസിക് ആയിട്ടുള്ള ആൻസറാണ്. അത് തെറ്റാണെന്നൊന്നുമല്ല പറയുന്നത്. കുറച്ചും കൂടി സ്കോർ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് പറയാം? യെസ് ഐ പ്ലേ ഫുട്ബോൾ സംടൈംസ് ആൻഡ് it keeps me fit and updated. അല്ലെങ്കിൽ എന്താണ്? it keeps me fit and enthusiastic. അല്ലെ it keeps me energetic. it helps me a lot in my studies, in my other activities, because my body is very fit. Okay, so ഇങ്ങനെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡു യു ലൈക്ക് യുവർ ഹോം ടൗൺ? യെസ് ഐ ഡു. ബേസിക് ആൻസർ ആണ്. യെസ് ഐ ഡു, യെസ് ഐ ലൈക്ക് എന്ന് പറയുന്നവരുമുണ്ട്. ഏറ്റവും നല്ലത് എന്താണ്? ഓക്സിലറി വെച്ചിട്ട് മറുപടി പറയലാണ്. ഡു യു ലൈക്ക് യുവർ ഹോം ടൗൺ? യെസ് ഐ ഡു. ബേസിക് ആൻസർ ആണ്. എന്നാൽ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കൊടുത്ത് നമുക്ക് എങ്ങനെ പറയാം? ഡു യു ലൈക്ക് യുവർ ഹോം ടൗൺ? യെസ് ഐ ഡു. ഇറ്റ്സ് എ ഫാസിനേറ്റിംഗ് ടൗൺ. There are lots of beautiful sceneries and greeneries. My town has every essential facilities. Moreover, my hometown is surrounded by gardens and beautiful buildings, beautiful landscapes. That's why I like my hometown. Moreover, the climate in my hometown is very good. Okay, അങ്ങനെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ സ്കോർ കൂട്ടാൻ എന്താണ്? അത് നല്ലതാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിചയപ്പെട്ടത് പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. ഡോണ്ട് ഗീവ് വൺ വേർഡ് ആൻസേഴ്സ്. വൺ വേർഡ് ആൻസറുകൾ നൽകരുത്. ഇൻസ്റ്റഡ് യു കുഡ് ഗീവ് എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷൻ നൽകുക എന്നുള്ളതാണ്. വൺ വേർഡ് ആൻസർ നമ്മൾ പലപ്പോഴും എസ് ഓർ നോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങനെ ചോദ്യം വരുമ്പോൾ ഓക്സിലറി വെച്ചിട്ട് പറയും അല്ലേ. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഡു യു ലൈക്ക് റീഡിങ്? യെസ് ഐ ലൈക്ക് റീഡിങ്. റീസെൻ്റ്ലി, ഈയിടെയായി, ഐ ഹാവ് റെഡ് എ നോവൽ എൻടൈറ്റിൽഡ്. ഒരു നോവൽ ഞാൻ വായിച്ചു. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. ദ ഹീറോ ഓഫ് ദ നോവൽ ഈസ് സാന്റിയാഗോ, who is the symbol of immeasurable patience and energy, whose life actually energized my life too, because
It gave me optimism in the face of any hardships in life. അല്ലേ? അങ്ങനെ പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടി സ്കോർ കൂട്ടാൻ വളരെ വളരെ നല്ലതാണ്. സോ this tip you remember and apply these techniques in your interview speaking or for IELTS. Okay, so if you like the video, follow my channel and hit the bell icon so that you will be notified. Okay, thank you.